വെൽക്കം ടു കുക്കിംഗ് ഇറ്റ് സിമ്പിൾ. ഞാൻ ജെസ്സി. ഇന്നൊരു അടിപൊളി ചിക്കൻ പോളയുടെ റെസിപ്പി ആയിട്ടാണ് എത്തിയിട്ടുള്ളത്. നമ്മൾ സാധാരണ ഒന്നും ഉണ്ടാക്കുന്ന ചിക്കൻ പോളയല്ല, ചില്ലി ചിക്കൻ ഫ്ലേവറുള്ള ഒരു ചിക്കൻ പോളയാണിത്. അപ്പം എപ്പോഴും വെറൈറ്റി ആയിട്ടുള്ള സാധനങ്ങൾ ട്രൈ ചെയ്യാൻ ഇഷ്ടപ്പെടുന്നവരാണ് നമ്മളെല്ലാവരും. റമദാനിന് ഈ ഒരു റെസിപ്പി തീർച്ചയായിട്ടും ഒന്ന് ട്രൈ നോക്കുക, എന്തായാലും ഇഷ്ടപ്പെടും. എന്നിട്ട് നിങ്ങളെ ഫീഡ്ബാക്ക് കമൻറ്റായിട്ട് അറിയിക്കുക. ഈ ഒരു ചില്ലി ചിക്കൻ പോള ഉണ്ടാക്കാനായിട്ട് ഞാൻ 250 ഗ്രാം എല്ലില്ലാത്ത ചിക്കന് ചെറിയ കഷ്ണങ്ങളാക്കി നുറുക്കിയെടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം, അതുപോലെ തന്നെ കുറച്ച് മുളക് പൊടി ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ കശ്മീരി ചില്ലിയാണ് ഇടുന്നത്. ആവശ്യത്തിനുള്ള ഉപ്പ്, അതുപോലെ തന്നെ ഒരല്പം ഗരം മസാല, പിന്നെ കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും കൂടെ ഇട്ട് കൊടുത്തിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് മാരിനേറ്റ് ചെയ്തിട്ട് ഒരു 10-15 മിനിറ്റ് മാറ്റി വയ്ക്കാം. ഈ സമയത്ത് മസാലയൊക്കെ നന്നായിട്ട് ചിക്കനിൽ പിടിക്കും. 10-15 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് അടുപ്പത്ത് കട്ടിയുള്ളൊരു പാത്രം വെച്ചിട്ട് അതിലേക്ക് ഓയിൽ ഒഴിച്ചിട്ട് നമുക്ക് ഈ ഒരു ചിക്കൻ ഒന്ന് വേവിച്ചിട്ട് എടുക്കാം. ചിക്കനെ നമ്മൾ ഷാലോ ഫ്രൈ ചെയ്തിട്ടാണ് എടുക്കുന്നത്. ഒരുപാട് ക്രിസ്പി ഹാർഡാക്കിയിട്ട് ഫ്രൈ ആക്കിയിട്ട് എടുക്കരുത്. സോഫ്റ്റായി തന്നെ വേണം ചിക്കന് ഉണ്ടാവാനായിട്ട്. അതുപോലെ തന്നെ പൊരിക്കാനായിട്ട് വെളിച്ചെണ്ണയൊന്നും യൂസ് ചെയ്യരുത്. അപ്പം ചില്ലി ചിക്കൻ്റെ ഫ്ലേവർ ആ ഒരു വെളിച്ചെണ്ണ നന്നായിട്ട് ഉണ്ടാവും. ഓയിൽ തന്നെ യൂസ് ചെയ്യുക. ഇപ്പോൾ ഞാൻ ചിക്കൻ മുഴുവനായിട്ട് ഓയിലിലേക്ക് ഇട്ടിട്ടുണ്ട്. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് ചിക്കന് കുക്കാവുന്നത് വരെ ഒന്ന് വേവിച്ചിട്ട് എടുക്കാം. ഇപ്പോൾ ഇത് ഏകദേശം ചിക്കനൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. നമുക്ക് ഈ ചിക്കന് മാറ്റി വേറൊരു പാത്രത്തിലേക്ക് ആക്കാം. എന്നിട്ട് ഇതേ ഓയിലിൽ തന്നെ നമുക്ക് ബാക്കിയുള്ള സാധനങ്ങൾ വേവിച്ചിട്ടെടുക്കാം. ഈ ഒരു അളവിൽ ചെയ്യാനായിട്ട് ഞാൻ 2 വലിയ സവാളയാണ് എടുത്തിട്ടുള്ളത്. 2 വലിയ സവാള ചെറുതാക്കിയിട്ട് നുറുക്കിയതാണ്, അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു ചെറിയ പീസ് ക്യാപ്സിക്കം നുറുക്കിയതും കൂടെ ഞാൻ ഇതിലേക്ക് ചേർക്കുന്നുണ്ട്. ഒരു വലിയ ക്യാപ്സിക്കത്തിൻ്റെ 1/4 ഭാഗം മാത്രമാണ് ഞാനിപ്പോൾ ഇതിനായിട്ട് എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് നമുക്ക് കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. ഇത് നന്നായിട്ട് ഒന്ന് വഴറ്റിയെടുക്കണം. ഇതൊന്ന് വഴണ്ട് കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് ഒരു വലിയ തക്കാളിയുടെ പകുതി ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് മുറിച്ചത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് മസാലപ്പൊടികളാണ്. മസാലപ്പൊടികൾ എന്ന് പറഞ്ഞാൽ ഒരുപാട് പൊടികളൊന്നും നമ്മളിതിലേക്ക് ചേർക്കുന്നില്ല. ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ കുറച്ചും കൂടെ കശ്മീരി ചില്ലി ഇട്ട് കൊടുക്കാം. ഇത്ര തന്നെ വേണ്ടുള്ളൂ, വേറെ ഒന്നും നമുക്കിതിലേക്ക് ആവശ്യമായിട്ട് വരുന്നില്ല. ഇത് നന്നായിട്ട് ഒന്ന് പച്ച ചുവ പോകുന്ന വരെ ഒന്ന് വഴറ്റിയതിന് ശേഷം ഇതിലേക്ക് നമുക്ക് ടൊമാറ്റോ കെച്ചപ്പ്, ചില്ലി സോസ്, സോയാ സോസ് എന്നിവ ചേർത്ത് കൊടുക്കാം. ഇതൊക്കെ നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്തിട്ട് ചേർക്കാവുന്നതാണ്. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. അതിനുശേഷം നമ്മൾ നേരത്തെ വറുത്ത് മാറ്റി വെച്ചിരിക്കുന്ന ചിക്കൻ പീസ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് എല്ലാം കൂടെ ഇളക്കിയിട്ട് ഒരു 2 മിനിറ്റ് കൂടെ ഒന്ന് വേവിച്ചെടുക്കാം. നമ്മുടെ മസാല ഫില്ലിങ് റെഡിയാണ്. ഇത്രയേ ഉള്ളൂ ഫില്ലിങ്ങിൻ്റെ പരിപാടി. ഇത് നിങ്ങൾക്ക് ചപ്പാത്തിൻ്റെ കൂടെ ഒക്കെ കഴിക്കാൻ തന്നെ ഒരു ടേസ്റ്റാണ്. അപ്പോൾ ഇത് ഈ ഒരു പോളേൻ്റെ അകത്ത് വെച്ച് എങ്ങനെയുണ്ടെന്ന് നിങ്ങൾക്ക് ഊഹിച്ചാൽ തന്നെ മനസ്സിലാവും. ഞാനിപ്പോൾ ഇതാ ഒരു ബൗളിൽ 3 വലിയ കോഴിമുട്ട എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ കുറച്ച് മല്ലിയില നുറുക്കിയത് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ്, കുരുമുളക് ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ ഞാൻ ഇതിലേക്ക് 1/2 കപ്പ് പാല് കൂടെ ചേർക്കുന്നുണ്ട്. ഇതെല്ലാം കൂടെ ചേർത്തിട്ട് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ടെടുക്കണം. നിങ്ങളെ കയ്യിൽ വൈഡ് വിസ്ക് ഉണ്ടെങ്കിൽ വിസ്ക് ഉപയോഗിച്ചിട്ട് മിക്സ് ചെയ്യുന്നതാണ് നല്ലത്. അപ്പോൾ ശരിക്കും ഇത് നന്നായിട്ടൊന്ന് പതഞ്ഞ് കിട്ടും. ഈ ഒരു മെഷർമെൻറ്റിൽ നിങ്ങൾക്ക് ഒരു 5 പേർക്ക് കഴിക്കാനുള്ള ബ്രെഡ് പോള ഉണ്ടാവും. സ്നാക്കായിട്ട് സെർവ് ചെയ്യാനുള്ള ബ്രെഡ് പോള ഉണ്ടാവും. ഞാനിതാ ഒരു അടി കട്ടിയുള്ള നോൺ സ്റ്റിക്ക് പാത്രം എടുത്തിട്ടുണ്ട്. അതിൻ്റെ അകത്ത് ഓയിലൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഈ പോള ഉണ്ടാക്കാനായിട്ട് ഞാൻ മൊത്തത്തിൽ 10 പീസ് വൈറ്റ് ബ്രെഡാണ് ഉപയോഗിച്ചിട്ടുള്ളത്. ബ്രെഡിൻ്റെ അരികെല്ലാം കട്ട് ചെയ്തിട്ട് ഒഴിവാക്കിയിട്ടുണ്ട്. എന്നിട്ട് ബ്രെഡ് ഇതുപോലെ നമ്മുടെ മുട്ടയുടെ മിക്സ്ചറിൽ മുക്കിയിട്ട് നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള നോൺ സ്റ്റിക്ക് പാത്രത്തിൽ ലെയർ ചെയ്ത് കൊടുക്കാം. ലെയർ ചെയ്ത് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇതുപോലെ നടുവിലല്ല വെക്കേണ്ടത്, ഇങ്ങനെ സൈഡിലേക്ക് കയറ്റിയിട്ട് വെച്ച് കൊടുക്കുക. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പൈ ഒക്കെ ഉണ്ടാക്കുന്ന രൂപത്തിലാണ് നമ്മൾ ഈ ഒരു ബ്രെഡ് അടുക്കിയെടുക്കേണ്ടത്. ആദ്യം ഇതുപോലെ സൈഡിലേക്ക് കയറ്റിയിട്ട് വെച്ച് കൊടുക്കുക. എന്നിട്ട് ബാക്കിയുള്ള ഭാഗം ബ്രെഡിൻ്റെ പീസ് വെച്ചിട്ട് ഫില്ല് ചെയ്ത് കൊടുത്താൽ മതി. ബ്രെഡ് ഇതുപോലെ മുക്കിയെടുത്തതിന് ശേഷം മുറിച്ച് കഷ്ണങ്ങളാക്കിയിട്ട് ഫില്ല് ചെയ്ത് കൊടുക്കുക. എളുപ്പമുള്ള പണിയാണ്, പെട്ടെന്ന് തന്നെ ഫില്ലാവും. കാരണം നമ്മൾ ബ്രെഡ് ഇതിൽ മുക്കി കഴിഞ്ഞാൽ തന്നെ ബ്രെഡ് നല്ല സോക്കായിട്ട് നല്ല സോഗി ആയിട്ടാണ് ഉണ്ടാവുക. അപ്പോൾ ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു രീതിയിലാണ് നമ്മുടെ ഫസ്റ്റ് ലെയർ ഉണ്ടാവുക.
ഇങ്ങനെ എല്ലാ ഭാഗവും കവർ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ഫില്ലിങ് ഇതിൻ്റെ നടുവിലായിട്ട് ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ റെഡിയാക്കി വെച്ചിട്ടുള്ള മുഴുവൻ ഫില്ലിങ്ങും ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ഫില്ലിങ്ങിൻ്റെ ഹൈറ്റിനനുസരിച്ച് നിങ്ങൾ സൈഡിൽ ബ്രെഡ് കയറ്റിയിട്ട് വെക്കണം. ഇങ്ങനെ മുഴുവനായിട്ട് ഫില്ലിങ് നിരത്തി കഴിഞ്ഞാൽ നമുക്ക് ബാക്കി ഉള്ള ലെയറും കൂടെ ചെയ്യാം. നേരത്തെ ചെയ്ത പോലെ തന്നെ ബ്രെഡ് എടുത്തിട്ട് മുട്ടയുടെ മിക്സ്ചറിൽ മുക്കിയിട്ട് ഇതുപോലെ വെച്ച് കൊടുക്കാം. അപ്പോൾ ഈ സമയത്ത് ചെയ്യുമ്പം സൈഡിലേക്ക് ചെയ്യേണ്ട കാര്യമില്ല, മുകളിലുള്ള ഭാഗം മാത്രം കവർ ചെയ്താൽ മതി. കാരണം സൈഡൊക്കെ നമ്മൾ ഓൾറെഡി കയറ്റി വെച്ചിട്ടാണ് ഉള്ളത്. ഇനി ജസ്റ്റ് മുകളിലുള്ള ഭാഗം മാത്രം വെക്കുക എന്നുള്ളതേ ഉള്ളൂ. മുകളിലുള്ള ഭാഗം മുഴുവൻ നന്നായിട്ട് കവർ ചെയ്യാം. കവർ ചെയ്തതിന് ശേഷം ഞാൻ ജസ്റ്റ് ഒന്ന് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് തക്കാളിൻ്റെയും ക്യാപ്സിക്കത്തിൻ്റെയും പീസ് ഇതുപോലെ മുകളിലൊന്ന് വെച്ച് കൊടുക്കുന്നുണ്ട്. ഇത് ഓപ്ഷണലാണ്, നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം ചെയ്താൽ മതി. അതല്ല നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും വെച്ച് ഡെക്കറേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാവുന്നതാണ്. അതിനുശേഷം ബാക്കിയുള്ള മുട്ടയുടെ മിക്സ്ചർ നമുക്കിതിൻ്റെ മുകളിലായിട്ട് ഒഴിച്ചു കൊടുക്കാം. ഇത്രയുള്ള പരിപാടി. ഇനി നമുക്കിത് ബേക്ക് ചെയ്തിട്ടെടുക്കാം. ബേക്ക് ചെയ്യുക എന്ന് പറഞ്ഞാൽ നമ്മൾ ഓവനിലൊന്നല്ല, അടുപ്പത്ത് വെച്ചിട്ട് തന്നെയാണ് ചെയ്യുന്നത്. ഞാൻ അടുപ്പത്ത് ഒരു പഴയ ഫ്രൈ പാനും വെച്ചിട്ടുണ്ട്. ആ ഫ്രൈ പാന് ചൂടായി കഴിഞ്ഞാൽ അതിൻ്റെ മുകളിലായിട്ട് നമ്മുടെ ഈ ഒരു ബ്രെഡ് പോള വെച്ച് കൊടുക്കാം. എന്നിട്ട് അടച്ച് വെച്ചിട്ട് ലോ ഫ്ലെയിമിലാക്കിയിട്ട് 15 മുതൽ 20 മിനിറ്റ് വരെ നമുക്കിന്ന് വേവിച്ചിട്ടെടുക്കാം. 15 മിനിറ്റ് ആയാൽ തന്നെ നിങ്ങൾക്ക് കാണാം ഇതിൻ്റെ സൈഡിലൊക്കെ ഒന്ന് മുരിഞ്ഞ് വന്നിട്ടുണ്ടാകും, പാനിൽ നിന്ന് വിട്ട് വന്നിട്ടുണ്ടാകും. ഈ ഒരു പാകത്തിലാണ് 15 മിനിറ്റ് ആയി കഴിഞ്ഞാൽ ഉണ്ടാവുക. ആ സമയത്ത് സൈഡിലൂടെ ഒരു സ്പാച്ചുലയോ ഒരു കത്തിയോ എന്തെങ്കിലും ഒന്ന് ഇതുപോലെ ഓടിച്ചു കൊടുക്കുക. അതിനുശേഷം ഇതൊന്ന് നമുക്ക് ഫ്ലിപ്പ് ചെയ്തിട്ട് മുകൾ ഭാഗം കൂടെ കുക്ക് ചെയ്യണം. ഫ്ലിപ്പ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഫ്രൈ പാനിലേക്കോ അതല്ല ഇനി അതേ പാത്രത്തിലേക്ക് വേണമെങ്കിൽ ചെയ്യാം. ഏത് പാത്രത്തിലേക്കാണ് ചെയ്യുന്നതെങ്കിലും അതിൽ കുറച്ച് ഓയിലൊന്ന് തടവി കൊടുക്കുക. അതിനുശേഷം നമുക്കിത് ഫ്ലിപ്പ് ചെയ്തിട്ട് മുകൾ ഭാഗം ഒരു 5 മിനിറ്റ് ഒന്ന് കളറ് മാറാൻ പാകത്തിൽ ഒന്ന് വേവിച്ചിട്ടെടുക്കാം. ഞാനിപ്പം ഒരു ഫ്രൈ പാനാണ് എടുത്തിട്ടുള്ളത്. ഇനി നമ്മുടെ ബ്രെഡ് പോള ഇതിലേക്ക് നമുക്ക് മറിച്ചിട്ടിടാം. ബ്രെഡ് പോള മറിച്ചിട്ട് കഴിഞ്ഞാൽ ഇതുപോലെയാണ് ഉണ്ടാവുക. നല്ല നീറ്റായിട്ട് തന്നെ വന്നിട്ടുണ്ട്. നമ്മൾ ബ്രെഡൊക്കെ ടോസ്റ്റ് ചെയ്ത പോലെ തന്നെ ആയി വന്നിട്ടുണ്ട്. ഇത് ഒന്ന് ചെറുതായിട്ട് അമർത്തി പ്രസ് ചെയ്ത് നമുക്ക് വേവിച്ചിട്ടെടുക്കാം. നല്ല ഹൈറ്റിൽ തന്നെയാണ് വന്നിട്ടുള്ളത്. ഇനി നമുക്ക് ഒരു 5 മിനിറ്റ് കഴിഞ്ഞാൽ ഇത് തിരിച്ച് വേറെ പ്ലേറ്റിലേക്ക് ഇടാം. ഇത്രയുള്ള പരിപാടി. നല്ല സ്റ്റൈലായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇത് തീർച്ചയായിട്ടും ഒന്ന് ട്രൈ നോക്കുക. പിന്നെ വേറൊരു കാര്യം ശ്രദ്ധിക്കാനുള്ളത്, ഇത് കട്ട് ചെയ്യുന്ന സമയത്ത് ചൂട് തണിഞ്ഞതിന് ശേഷം മാത്രം കട്ട് ചെയ്യുക. ഞാനിപ്പോൾ വീഡിയോ എടുക്കാനുള്ള ആ ഒരു ധൃതിയിൽ ചൂടോട് കൂടി തന്നെയാണ് കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ചൂടോട് കൂടി കട്ട് ചെയ്യുന്ന സമയത്ത് ഇത് കുറച്ച് പൊടിഞ്ഞു പോകും. ചൂട് തടഞ്ഞു കഴിഞ്ഞ് കട്ട് ചെയ്യുകയാണെങ്കിൽ നല്ല നീറ്റായിട്ട് തന്നെ കട്ട് ചെയ്തിട്ട് എടുക്കാൻ പറ്റും. അപ്പോൾ എല്ലാവരും തീർച്ചയായിട്ടും ഈ ഒരു റെസിപ്പി ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളുടെ ഫീഡ്ബാക്ക് താഴെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ വീഡിയോ ആയിട്ട് കാണാം. താങ്ക്